ഹലോ. ഇന്നൊരു വിഷയം അധ്യാപക ദിനം. ഒരധ്യാപക ദിനം കൂടി കടന്നു പോയിരിക്കുന്നു അല്ലേ? എനിക്കുണ്ട് ഒരുപാട് അധ്യാപകരായ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ പുതിയൊരു നിയമം കണ്ടു. ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം എന്ന ഒരു പുതിയ നിയമം. അത് ഒരു കണക്കിന് വളരെ നല്ല ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. കേൾക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ അധ്യാപകരായിരിക്കുന്നവർക്ക് ചെറിയൊരു വിഷമം തോന്നിയാലും ഈ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നടപ്പാക്കുകയാണെങ്കിൽ അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനൊന്നാകെയും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നായിട്ട് വരാനാണ് സാധ്യത. ഞാൻ എൻ്റെ മക്കളെയൊക്കെ പുറം നാടുകളിൽ പഠിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആകെ കൂടെ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, അവരുടെയൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എനിക്ക് തോന്നിയ ഒരു മാറ്റം, വളരെ പരിശീലനം നേടിയ അധ്യാപകരാണ് അവിടെയൊക്കെ ഉള്ളത് എന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള അധ്യാപകർക്ക് അവർ പഠിപ്പിക്കാൻ അർഹരാകുന്നു. പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ചാൽ പലതരം കോഴ്സുകൾ പാസ്സായ അറിവ് വെച്ചിട്ടാണ്. പക്ഷേ സാങ്കേതികമായ അറിവ് കൂടി നേടിയാൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഈ മേഖലയെയും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മറ്റു നാടുകളിൽ തോന്നിയിട്ടുള്ളത് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. അതായത് കുട്ടികളുടെ മാനസികമായ ചിന്തകളെയും വിദ്യാഭ്യാസത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, അധികം ശിക്ഷണങ്ങളില്ല, ശിക്ഷകളെ വളരെ കുറവാണ്. അവർക്കാണ് പൂർണ്ണ സ്വാതന്ത്ര്യം. വിദ്യ അഭ്യസിക്കുന്നവർക്കാണ് പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുട്ടികളുടെ കയ്യിലേക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കുക. ആദ്യമൊക്കെ ചില പിഴവുകൾ അവർ വരുത്തിയെങ്കിലും ക്രമേണ ഉത്തരവാദിത്തം ഇല്ലാതെ മുന്നോട്ട് പോകാൻ ആവില്ല എന്ന ഒരു നില അവരിലേക്ക് വന്നു ചേരും. അപ്പോൾ അത്തരത്തിലുള്ള സമീപനങ്ങൾ വേണമെങ്കിൽ മൂല്യാത്മകമായ ചിന്തകളും പ്രവർത്തനങ്ങളും അധ്യാപകരിലുണ്ടാകണം. അതിന് നമ്മൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസം അധ്യാപകർക്കും നൽകിയേ പറ്റൂ. അപ്പോൾ എന്തുകൊണ്ടും ഇത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്, നല്ല കാര്യമാണ്. എല്ലാ അധ്യാപകരും സർവാത്മന ഇത് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടിൽ ഇപ്പോൾ ഡിഫൻസ് അക്കാദമികളുണ്ട്, എൻജിനീയറിംഗ് കുട്ടികൾക്ക് എൻജിനീയറിംഗ് പഠന IITകൾ, ബിസിനസ് സ്കൂളുകൾ, അങ്ങനെ എല്ലാ നിലകളിലും സിവിൽ സർവൻസിന് വേണ്ടി അക്കാദമികൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവരെക്കാളെല്ലാം മൂല്യമുള്ളവരും ഉയരത്തിൽ നിൽക്കേണ്ടവരാണ് ശരിക്കും അധ്യാപകർ. അധ്യാപനം എന്ന പ്രവൃത്തി സിവിൽ സർവൻറ്റിനേക്കാൾ മുകളിലുള്ള ഒരു പ്രവൃത്തിയായി വരുന്ന ഒരു കാലക്രമം നമുക്ക് വരണം. എങ്കിലാണ് ശരിക്കും ഈ സിവിൽ സർവൻസിനെയും ഈ വലിയ NDA പ്രോഡക്ട്സിനെയും ഈ വലിയ IIT IIMകളിൽ നിന്ന് പാസ് ഔട്ടാകുന്ന കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കുന്ന യഥാർത്ഥമായ സ്രോതസ്സ് ഉരുത്തിരിയുകയുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ അധ്യാപകർക്ക് കൂടുതൽ വേതനം കൊടുത്തുകൊണ്ട്, അവരെ കൂടുതൽ ശേഷിയുള്ളവരാക്കിക്കൊണ്ട് ഒരു പുതിയ ചുവടുവെപ്പായിരിക്കണം ഈ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാ അധ്യാപകരും ഇതിനെ സർവാത്മന സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തോടും കുഞ്ഞുങ്ങളോടുമുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായ സന്തോഷത്തോടുകൂടെ, പൂർണ്ണമായ മനസ്സോടുകൂടെ സ്വീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്തുകൊണ്ട് ഭാരതം എന്ന മഹാരാജ്യത്തെ എല്ലാ മൂല്യാധിഷ്ഠിതവുമായ ഒരു പഠന സമ്പ്രദായത്തിലേക്ക് എത്തിക്കുവാൻ എല്ലാവരും ചേർന്ന് കൈകോർക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആലോചിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.